സ്വർഗീയ സംഗീതം എന്ന ഈ ദൈവ ആരാധന ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രവേശിക്കാം. നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ പാടി ആരാധിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ദൈവവചന പ്രകാരം പറയുന്നു, സങ്കീർത്തന പുസ്തകം 147:7, കർത്താവിന് കൃതജ്ഞതാഗാനം ആലപിക്കുവിൻ, കിന്നരം മീട്ടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. ദൈവത്തിന്റെ വചനം തന്നെ പറയുവാണ് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ കൃതജ്ഞത, നന്ദിയുടെ ഗാനം ആലപിച്ച് സ്തുതിക്കണം. കിന്നരം വീട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാദ്യ ഉപകരണമാണല്ലോ. പാട്ടുപാടാനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറ്റാവുന്നിടത്തോളം ഈണത്തിൽ, താളത്തിൽ, ഹൃദയത്തിൽ നിന്നുള്ള ആനന്ദത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കണം. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്വർഗീയ സംഗീതം എന്ന ഈ ശുശ്രൂഷയിലൂടെ ചെയ്യുകയും ചെയ്യുക. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുക, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ, വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. നോക്കിക്കേ, നമ്മെ ഓരോരുത്തരെയും ദൈവത്തിന്റെ വചനം കാണുക വിശുദ്ധരായിട്ടാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് ശ്ലീഹ പല ദൈവ സമൂഹത്തെ, ദൈവജനത്തെ വിളിക്കുന്നത് വിശുദ്ധരെ എന്നാണ്, അല്ലെങ്കിൽ വിശുദ്ധ സമൂഹമേ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു പാപവും ഇല്ലാത്ത വലിയ പുണ്യവാന്മാരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതല്ല, മറിച്ച് നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും വിശുദ്ധരായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും ഒക്കെ പരിശ്രമിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ വിശുദ്ധിയിലേക്ക്, സ്വർഗത്തിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ വചനം പറയുക, എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കണം, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കണം. അപ്പൊ വീണ്ടും വീണ്ടും പുതിയ പുതിയ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിക്കണം, പാടി സ്തുതിക്കുക. ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് ഒത്തിരി സ്ഥലങ്ങളിൽ ആവശ്യപ്പെടുന്ന കാര്യമാണ്. എന്നിട്ടാ പറയുക, വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. വിശുദ്ധിയിലേക്ക് നടക്കാൻ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്ത് ചെയ്യണോ? ദൈവത്തിന്റെ വചനം പറയുക, കർത്താവിനെ പാടി സ്തുതിക്കണം. നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് ഈ ഗാനത്തിന്റെ വരികള് നമ്മെ ഉദ്ഘോഷിക്കുക, മറ്റൊന്നുമല്ല, പാട്ടുപാടി നമുക്ക് സ്തുതിക്കാം. എങ്ങനെ പാട്ടുപാടി സ്തുതിക്കാം? പാട്ടുപാടി നമ്മുടെ കർത്താവായ ഈശോയെ നമുക്ക് സ്തുതിക്കാം. ഹൃദയത്തിൽ നിന്നുള്ള ആനന്ദത്തോടെ, സന്തോഷത്തോടെ നമുക്ക് പാട്ടുപാടി നമ്മുടെ കർത്താവായ ഈശോയെ സ്തുതിക്കാം, ആരാധിക്കാം. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമെൻ രക്ഷകൻ നാമത്തിന്. സന്തോഷത്തോടെ ചേർന്ന് പാടി പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഈശോയെ എല്ലാവരും ചേർന്ന് പാടിക്കേ. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ സന്തോഷത്തോടെ പാടി. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമെൻ രക്ഷകൻ നാമത്തിന്. ഈശോയെ എൻ്റെ ദൈവമേ, പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഈശോയെ ആവേശത്തോടെ പാടി. പാടുവിൻ 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 സ്തുതി പാടുവിൻ. ഈശോയെ സ്തുതിച്ചു പാടി. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഈശോയെ എൻ്റെ ദൈവമേ, ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമെൻ രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക്
യേശുവിൻ നാമത്തിന് ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമെൻ രക്ഷകൻ നാമത്തിന്. ദൈവത്തിന്റെ വചനം വീണ്ടും പറയുക, എന്തുകൊണ്ട് നമ്മൾ കർത്താവിനെ പാടി സ്തുതിക്കണം, എന്തുകൊണ്ട് കർത്താവിനെ നമ്മൾ ആരാധിക്കണം. ഒന്നാമത് നാം ദൈവത്തെ ആരാധിക്കാനുള്ള കാര്യം ഇതാണ്. നമ്മളേറെ പാപികളായിരുന്നിട്ടും നമ്മുടെ പാപങ്ങൾ പരിഗണിക്കാതെ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കുരിശുമേ തൂങ്ങി മരിച്ചു. അങ്ങനെ നമ്മുടെ പാപം മൂലം നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്ന വേദന, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിട്ട് നാം അനുഭവിക്കേണ്ടിയിരുന്ന ആ വേദന, തകർച്ച, അത് ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുവാണ്, 1 പത്രോസ് 2:24, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ, വേദന, രോഗങ്ങൾ, നാണക്കേട്, അത് ഈശോ നമുക്ക് പകരം സ്വന്തം ശരീരത്തിൽ അനുഭവിച്ചു. എന്നിട്ടോ വീണ്ടും വചനം പറയാണ്, 1 യോഹന്നാൻ 1:7, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് അത് യേശുക്രിസ്തു തന്റെ മുറിവുകളിലൂടെ ഒഴുക്കിയ തിരു രക്തത്താലാണ്. അങ്ങനെയെങ്കിൽ ഇത്രയൊക്കെ നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട, നമ്മൾ ചെയ്തതിന്റെ പരിഹാരം കുരിശുമേ ചെയ്ത ഈശോയെ നമ്മൾ സ്തുതിക്കണ്ടേ? സ്തുതിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ ഒരു പാപമാണ്. നീ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുക, അപ്രകാരം ഈശോ നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ പാപത്തെ നമ്മളെ വിശുദ്ധീകരിച്ച് നമുക്ക് എന്ത് തന്നു? നിത്യജീവനെ, പരിശുദ്ധാത്മാവിനെ തന്നു. വീണ്ടും വചനം പറയണം, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിന് എല്ലാവരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമ്മളെ പാപത്തിൽ നിന്ന് വിശുദ്ധീകരിച്ച കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കാം. എന്നെ പാപത്തിൽ നിന്നവൻ രക്ഷിച്ചു, എന്റെ ക്ലേശമെല്ലാം ക്രൂശിൽ വഹിച്ചു. എന്നെ പാപത്തിൽ നിന്നവൻ രക്ഷിച്ചു, എന്റെ ക്ലേശമെല്ലാം ക്രൂശിൽ വഹിച്ചു. എല്ലാവരും ചേർന്ന്, എന്നെ പാപത്തിൽ നിന്നവൻ രക്ഷിച്ചു, എന്റെ ക്ലേശമെല്ലാം ക്രൂശിൽ വഹിച്ചു. എന്നെ പാപത്തിൽ നിന്നവൻ രക്ഷിച്ചു, എന്റെ ക്ലേശമെല്ലാം ക്രൂശിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചു. ആത്മാവ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി, സ്തുതിക്കാൻ എനിക്കവൻ കൃപയും നൽകി. ആത്മാവാൽ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി, സ്തുതിക്കാൻ എനിക്കവൻ കൃപയും നൽകി. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിൽ പാടിക്കേ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമെൻ രക്ഷകൻ നാമത്തിൽ. ദൈവമേ, പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമെൻ രക്ഷകൻ നാമത്തിൽ. അവരൊന്ന് സ്വതന്ത്രമായിട്ട് സ്തുതിച്ചേ, ആരാധിച്ചേ. എല്ലാ നാവുകളും എല്ലാ അധരങ്ങളും കർത്താവിനൊന്ന് സ്തുതിക്കട്ടെ. സാധിക്കുമെങ്കിൽ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിക്കോ. നമുക്ക് നമ്മുടെ ആരോഗ്യം ഉപയോഗിച്ച്, നമ്മുടെ സ്വരം ഉപയോഗിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് നാമം ഏറ്റുപറഞ്ഞുകൊണ്ട്, യേശുനാമം ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. ശക്തനായ ദൈവത്തിന്റെ നാമം ഏറ്റുപറഞ്ഞ് സ്തുതിക്കട്ടെ. ഈശോയെ, 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 രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവ് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമയം തന്നെ അതിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. അവിടുത്തെ നാമത്തിലാണല്ലോ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് കടന്നു. അവേ, നിന്റെ നാമത്തെ ഞങ്ങൾ നിന്റെ നാമത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.
യേശുവേ. ദാ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുവാണ്, നമ്മുടെ പാപങ്ങളെ നമ്മെ വിശുദ്ധീകരിക്കുക മാത്രമല്ല, കർത്താവായ ഈശോ നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റി. അതാണ് ഈശോ നമുക്ക് നൽകിയ വലിയൊരു മറ്റൊരു ദാനം. നമ്മളെ ദൈവമക്കൾ, നമുക്ക് അവകാശമില്ലാതിരുന്നിട്ടും അർഹതയില്ലാതിരുന്നിട്ടും കർത്താവ് നമ്മെ സ്വന്തമായിട്ട് മാറ്റി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വചനം പറയാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നോക്കിക്കേ, ദൈവത്തെ, ഈശോയെ സ്വീകരിക്കുന്നവരെ, കണ്ടീഷൻ കേട്ടോ, സ്വീകരിക്കണം, ഏറ്റുപറയണം, മഹത്വപ്പെടുത്തണം. അപ്പൊ അങ്ങനെ കർത്താവിനെ സ്വീകരിക്കുന്നവർക്ക്, ഏറ്റുപറയുന്നവർക്ക് ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവമക്കളാകാൻ ദൈവം വരം നൽകി, കൃപ നൽകി. ചേർന്ന് സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചേ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഇനി എങ്ങനെയായി ദൈവപുത്ര സ്ഥാനത്ത് നമ്മൾ വീണ്ടും വീണ്ടും വളരുക, അനുദിനം വളരുക? ദൈവത്തിന്റെ വചനം പറ, റോമ 8:15 മുതൽ 15-16 വാക്യങ്ങൾ വചനം പറയാണ്, വീണ്ടും നിങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്ര സ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുക. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. അപ്പൊ നമ്മള് ദൈവത്തെ ആരാധിക്കുന്ന വഴി, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വഴി, കുമ്പസാരിക്കുന്ന വഴി, ദൈവത്തെ സ്തുതിച്ച് പാടുന്ന വഴി നമ്മിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ദൈവ മക്കൾ എന്ന സ്ഥാനത്ത് നമ്മൾ ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനും മകളും എന്ന അവകാശത്തിൽ നമ്മെ വളർത്തുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ അനുദിനം നമ്മിലേക്ക് സ്വർഗ്ഗം അയക്കുന്ന പരിശുദ്ധാത്മാവെന്ന വലിയ കൃപയോ നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമയോത്തി സ്തുതിച്ചേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. യേശു തൻ കരതാരുകൾ നീട്ടി നിത്യസ്നേഹമോടെന്നെ വിളിച്ചു. 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 ആത്മാവ് നിറച്ചെന്നെ സ്വതന്ത്രമാക്കി സ്തുതിക്കാൻ എനിക്കവൻ കൃപയും പാടിക്കേ. ആത്മാവാൽ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി സ്തുതിക്കാൻ എനിക്കവൻ കൃപയും ഈശോയെ പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ സ്നേഹിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. ആവർത്തിച്ച് സന്തോഷത്തോടെ പാടി. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. കരങ്ങളൊന്ന് ഉയർത്തിക്കേ, കർത്താവിനെ സ്തുതിച്ചേ, സന്തോഷത്തോടെ സ്തുതിച്ചേ. ലോകത്തിന്റെ എവിടെ ഇരുന്നാണെങ്കിലും ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. നിന്റെ ഹൃദയത്തിൽ ദൈവാരാധന ഉയരട്ടെ, നിന്റെ നാവുകളിൽ നിന്ന് ദൈവത്തിന്റെ നാമം ഉയരട്ടെ. കർത്താവിന്റെ നാമത്തിലൂടെ നമ്മുടെ നാവുകള്, ഹൃദയങ്ങള് വിശുദ്ധീകരിക്കട്ടെ. നമുക്കറിയാലോ, ചിലപ്പോഴൊക്കെ നമ്മള് നമ്മുടെ നാവിലൂടെ, നമ്മുടെ ഹൃദയം കൊണ്ട്, ചിന്തകളിലൂടെ, വികാരങ്ങൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ടൊക്കെ പാപത്തിൽ വീണുപോയിട്ടുള്ളവരാ. അങ്ങനെയെങ്കിൽ അതിന് പരിഹാരമായിട്ട് കൂടി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ, അല്പം ഒന്ന് സ്വരമുയർത്തി സ്തുതിച്ചേ. എവിടെയായിരുന്നിട്ടാണ് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നതെങ്കിലും കൂട്ടായ്മയോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്ക്, ആരാധിക്ക്. നിന്റെ നാവിൽ നീ ഒന്ന ദൈവാരാധന നിനക്ക് രക്ഷയായിട്ട് മാറും. നിന്നെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന,
നിനക്ക് വേണ്ടി രക്തം ചിന്തിയ ദൈവം നിന്റെ മുമ്പിലുണ്ട്. നിന്റെ നിലവിളി കേൾക്കാൻ പറ്റുന്ന ദൈവം നിന്റെ മുമ്പിലുണ്ട്. കർത്താവിനെ സ്തുതിച്ച് കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സർവശക്തനായ ദൈവം നിന്നെ വിശുദ്ധീകരിക്കട്ടെ. സർവശക്തനായ ദൈവം നിന്നിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുക്കട്ടെ. ഒന്നുകൂടെ ദൈവത്തിന് പ്രിയപ്പെട്ട മകനും മകളുമായിട്ട് മാറാനുള്ള കൃപ അഭിഷേകം നിന്നിലേക്ക്. സ്വയം 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 പാപത്തിൽ വീണുപോയ മനുഷ്യനെ തേടിയാണല്ലോ ഈശോ ലോകത്തിലേക്ക് വന്നത്. എന്തിനു വേണ്ടിയ ദൈവപുത്രൻ തന്നെയായ ഈശോ ലോകത്തിലേക്ക് വന്നത് എന്ന് ഇതാ തന്റെ പുത്രന് വഴിയൊരുക്കാൻ വേണ്ടി പിതാവായ ദൈവം അയച്ച് സ്നാപ യോഹന്നാനോട് സാക്ഷ്യപ്പെടുത്തുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. ദൈവത്തിന്റെ വചനം പറയുവാണ്, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആരെ നോക്കിയത് പറയുക? പുത്രനായ ദൈവത്തെ നോക്കിയാ പറയുക. ആരാ അത് പറയുക? സ്നാപ യോഹന്നാൻ എന്ന് പറഞ്ഞ അവന് വഴിയൊരുക്കാൻ വേണ്ടി അപ്പനായ ദൈവം പറഞ്ഞു വിട്ടവൻ പറയുവാണ്, ഇതാ ഇവൻ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാ. ഈശോയെ നോക്കിയിട്ട് വേണമെങ്കിൽ പിതാവായ ദൈവത്തിന് ഒത്തിരി അത്ഭുതകരമായ ആകർഷണമായ കാര്യങ്ങൾ പറയാമായിരുന്നു. ഇവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാ, ഇവൻ രോഗികൾക്ക് സൗഖ്യം നൽകുന്നവനാ, ഇവന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ പറ്റും, ഇവന് മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ പറ്റും. പക്ഷെ ഇതൊന്നും ഈശോയെ നോക്കി സ്നാപ യോഹന്നാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ പറയാൻ പിതാവായ ദൈവം പറഞ്ഞില്ല. മറിച്ച് പറഞ്ഞ ഒറ്റ കാര്യം മാത്ര. എന്താ പറഞ്ഞത് ഇവൻ ലോകത്തിന്റെ പാപം മാറ്റും. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ വീണുപോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് വീണ്ടും ദൈവപുത്ര സ്ഥാനം നൽകി തിരികെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് യേശുവിലൂടെയുള്ള രക്ഷാകര സംഭവം. അപ്പൊ അങ്ങനെയെങ്കിൽ ദുർദ്ധരായിട്ട് പാപത്തിൽ വീണുപോയി ദൈവത്തിന് അകന്നുപോയ നമ്മെ തിരികെ വിളിച്ച് മാറോടണയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് സ്തുതിച്ച് ചെന്ന് പാടിക്കേ. ഗാനത്തിന്റെ വരിക നമ്മോട് പറയാ, ദുർദ്ധരാം മനുജരെ വിളിച്ചു യേശുദൻ തിരുമാറ് കാണിച്ചു. ഗാനത്തിന്റെ വരികോട് ചെന്ന് പാടി കർത്താവിനെ സ്തുതിക്കുക. തൻ തിരുമാറിലണച്ചു. പാടി ധൂർത്തരമനുജരെ വിളിച്ചു യേശു തൻ തിരുമാറിലണച്ചു. സ്നേഹിക്കുന്ന ദൈവമേ, ആത്മാവ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി സ്തുതിക്കാൻ എനിക്കവൻ കൃപയും ആവേശത്തോടെ പാടി പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. ശക്തനായ ദൈവമേ, പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേൻ രക്ഷകൻ നാമത്തിന്. എന്നെ പാപത്തിൽ നിന്നവൻ രക്ഷിച്ചു, എന്നെ പാപത്തിൽ നിന്നവൻ രക്ഷിച്ചു, എന്റെ ക്ലേശമെല്ലാം ക്രൂശിൽ വഹിച്ചു. ചെന്ന് പാടിക്കേ. ആത്മാവ നിറച്ചെന്നെ സ്വന്തമാക്കി, ആത്മാവ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി സ്തുതിക്കാൻ എനിക്കവൻ എല്ലാവരും ചേർന്ന് യേശുദൻ കരതാരുകൾ നീട്ടി, യേശുദൻ കരതാരുകൾ നീട്ടി നിത്യ സ്നേഹമോടെന്നെ
വിളിച്ചു പാടി യേശു തൻ കരതാരുകൾ നീട്ടി നിത്യസ്നേഹമോടെന്നെ നിറച്ചനെ ആത്മാവ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി സ്തുതിക്കാൻ എനിക്കവൻ കൃപയും നൽകി പാടിയേ ആത്മാവാൽ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി സ്തുതിക്കാൻ ദൂതരാം എനിക്കവൻ മനുഷ്യരെ വിളിച്ചു. കൃപയും നൽകി. ധൂർത്തരമനുജരെ വിളിച്ചു യേശു തൻ തിരുമാറിലണച്ചു ഈശോയേ ദൂതരമനുജരെ വിളിച്ചു യേശു തൻ തിരുമാറിലണച്ചു. നിറച്ചനെ ആത്മാവ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി സ്തുതിക്കാൻ എനിക്കവൻ കൃപയും നൽകി ഈശോയേ ആത്മാവാൽ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി സ്തുതിക്കാൻ എനിക്കവൻ ആവേശത്തോടെ പാടി പാട്ടുപാടി പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിൽ പാടിക്കേ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ എല്ലാ നാവുകളും കർത്താവിനെ സ്തുതിച്ച് പാടട്ടെ. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ യേശുവേ, യേശുവേ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകൻ നാമത്തിൽ യേശുവേ, യേശുവേ. സ്വയം 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 രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ, ദൈവപുത്ര സ്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കുന്ന ദൈവമേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്വയം 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 നീ നൽകുന്ന രക്ഷ അനുഭവിക്കാനായിട്ട് കർത്താവേ ഞങ്ങളെ ഒരുക്കുന്നതിനെയോ സ്വയം 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 പാപത്തിന്റെ ബന്ധനങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനോ തീശോയെ, രോഗത്തിന്റെ പീഡകൾ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനോ തീശോയെ, ഈശോയെ പല രീതിയിൽ അശുദ്ധിയിൽ പെട്ടുപോയവരാണെങ്കിലും കർത്താവെ ഞങ്ങളെ അവിടുത്തെ തിരുത്തതാ കഴുകുന്നതിനോത്ത് വിശുദ്ധീകരിക്കുന്നതിനോ നന്ദി പറയുന്നു. ഈശോയെ പരിശുദ്ധാമ ഞങ്ങൾ നിറക്കുന്നതിനോ നന്ദി പറയുന്നു. അവിടുത്തെ വലിയ കൃപയാൽ പരിശുദ്ധാമ ഞങ്ങൾ ഓരോരുത്തരെയും അനുദിനം നിറക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ ഈശോയെ ശക്തി അയക്കണേ, അഭിഷേകം അയക്കണേ. ഈശോയെ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരുടെ മേലും സ്വർഗത്തിന്റെ ശക്തിയെ അയക്കണേ. ഈശോയെ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ദമ്പതികൾ ഒരു ദാമ്പത്യത്തിൽ അസ്വസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അസ്വസ്ഥകൾ മാറിപ്പോകും. സഹോദര ബന്ധങ്ങളിൽ കലഹമുണ്ടെങ്കിൽ കർത്താവായ യേശുവിന്റെ അധികാര നാമത്തിൽ കലഹത്തിന്റെ പ്രവണത മാറിപ്പോകും. സംശയരോഗം ഈശോയെ ഏതെങ്കിലും ദാമ്പത്യങ്ങളെ കുടുംബങ്ങളെ തകർക്കുന്നെങ്കിൽ ഈശോയെ ആ നാരകീയ പീഡ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെ മയക്കുമരുന്നിന്റെ മറ്റേതില്ല ജഡിക പാപങ്ങളുടെ അശുദ്ധിയുടെ ബന്ധനങ്ങളുണ്ട് എങ്കിൽ തഴക്കദോഷങ്ങൾ പ്രബലപ്പെടുന്നുവെങ്കിൽ ഈശോയെ അവിടുത്തെ ശക്തിയുള്ള അനുഗ്രഹമുള്ള കരത്തിന്റെ കീഴിൽ ആ വ്യക്തികളെ കുടുംബങ്ങളെ ആശീർവദിക്കണേ. പീഡകൾ അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോകട്ടെ. ഈശോയെ 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 സകലരും നിന്നുള്ള രക്ഷ അനുഭവിക്കാൻ, ആനന്ദം അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ ഇടയാകട്ടെ. ഈശോയെ ഈശോയെ ഈശോയെ. പിതാവായ ദൈവത്തിന്റെ വലിയ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സാമീപ്യവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ വഴി നടത്തലും നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും മേലുണ്ടാകട്ടെ. ഈശോ നമ്മെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നും എപ്പോഴും നമ്മുടെ അധരങ്ങളിലും ഹൃദയങ്ങളിലും ദൈവത്തെ പാടി സ്തുതിക്കുന്ന മനോഭാവം ഉണ്ടാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.